പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീസണിലെ 4 തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വീണ്ടും കളത്തിലിറങ്ങുകയാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മത്സരമായിരിക്കും. ശക്തരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളാണ് നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളി. 4 മത്സരങ്ങളായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പോയിന്റ് പോലും നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കുക എന്നുള്ളത് നിർണായകമാണ്. കാരണം നിലവിൽ ഈ ഒരു സീസണിൽ ഒരു പോയിന്റ് പോലും ഇല്ലാത്ത ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുഹമ്മദ് നസീമുമാണ്. ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ നല്ല സ്ക്വാഡൊക്കെ ഉള്ള ഒരു ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നാണ്. ഇന്ത്യൻ താരങ്ങളെ വെച്ച് മാത്രം കളിക്കുന്ന ക്ലബ്ബുകൾക്ക് പോലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പോയിന്റ് ഉണ്ട്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുക എന്നുള്ളത് നിർണായകം തന്നെയാണ്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയൊക്കെ സംശയമാണ് ഒമർ ബാ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയത് എന്നുള്ളത്. ഈ ഒരു സീസണിൽ ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഒമർ ബാ. എന്നാൽ താരത്തിന്റെ പ്രകടനമെല്ലാം വളരെ മോശം തന്നെയായിരുന്നു. പ്രതീക്ഷിച്ച പ്രകടനമൊന്നും താരത്തിന്റെ ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 3 മത്സരങ്ങൾക്ക് ശേഷം തന്നെ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുകയായിരുന്നു. ഒമർ ബായെ പുറത്താക്കിയതിനു ശേഷം ഫാലോ ഇന്ത്യ എന്നൊരു താരത്തിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിങ്സ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒമർ ബായുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരത്തിലായിരുന്നില്ല. കോച്ചിന്റെയും മാനേജ്മെന്റിന്റെയും പ്രതീക്ഷകൾ നിറവേറ്റാൻ താരത്തിന് സാധിച്ചില്ല എന്നാണ് കരോളിസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ടീം തൃപ്തരല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല പ്രൊഫൈലെല്ലാം നോക്കുമ്പോൾ ഫാലു എന്ന താരം ഒമറിനേക്കാൾ മികച്ച കളിക്കാരനാണ് എന്നും കരോളിസ് പറഞ്ഞു. ഒമറെ സൈൻ ചെയ്ത സമയത്ത് ഫാലു ഇന്ത്യ എന്നൊരു താരം ലഭ്യമായിരുന്നു. പക്ഷേ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.